എല്ലാവർക്കും നമസ്കാരം. ട്രഡീഷണൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലീന. ശ്രീരാമകൃഷ്ണ പരമഹംസർ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്ത്യയിലെ ആധ്യാത്മിക ആചാര്യന്മാരിൽ പ്രമുഖനായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ. ഒരു അവതാര പിറവിയുടെ എല്ലാ ലക്ഷണങ്ങളും ശ്രീരാമകൃഷ്ണ പരമഹംസറിൽ ഉണ്ടായിരുന്നു. 1836 ഫെബ്രുവരി 8 ശ്രീരാമകൃഷ്ണൻ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർ നൽകിയ പേര് ഗദാധർ എന്നായിരുന്നു. ഗദാധർ എന്നാൽ ഗദ, കയ്യിലേന്തുന്നവൻ എന്നർത്ഥം. വിഷ്ണുവിൻ്റെ നാമം. കൊൽക്കത്തയ്ക്കടുത്തുള്ള ഹുഗ്ലി ജില്ലയിൽ കമാർപുക്കൂർ എന്ന ഗ്രാമമാണ് ജന്മസ്ഥലം. ഗ്രാമീണരിൽ ഭൂരിഭാഗം പേരും ആശാരിമാരും ഇരുമ്പ് പണിക്കാരും എണ്ണയാട്ടുന്നവരും കാലി വളർത്തുന്നവരും മറ്റ് പരമ്പരാഗത ജോലികൾ ചെയ്തു ജീവിക്കുന്നവരുമാണ്. ചാറ്റർജിമാർ എന്നറിയപ്പെടുന്ന ഒരേ ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ മുതിർന്നയാളായിരുന്നു അച്ഛൻ. നന്നേ ദാരിദ്ര്യമാണെങ്കിലും യാഥാസ്ഥിതിക ബ്രാഹ്മണ ആചാരങ്ങളിൽ നിന്ന് വ്യതിചലിക്കാത്ത കുടുംബമായിരുന്നു അവരുടേത്. അച്ഛൻ ഖുദിരാം ചതോപാധ്യായ സുന്ദരനും ശുദ്ധമനസ്കനും കാപട്യം ഒട്ടുമില്ലാത്തയാളും സ്വതന്ത്ര ചിന്താഗതിക്കാരനുമായിരുന്നു. അതീന്ദ്രിയ ശക്തികൾ ഉള്ളതായി പറയപ്പെടാറുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. മുൻകൂട്ടി പറയുന്ന കാര്യങ്ങൾ അത് നല്ലതായാലും ചീത്തയായാലും സംഭവിക്കാറുണ്ട്. വാക്സിദ്ധിയുള്ളവനും എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നയാളുമായിരുന്നു ഖുദിരാം. നടന്നു പോകുമ്പോൾ ഗ്രാമീണർ ബഹുമാന പുരസരം എഴുന്നേറ്റ് നിന്ന് അഭിവാദ്യം ചെയ്യും. അമ്മ ചന്ദ്രമതി ദേവിയും വിശിഷ്ട വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. ലാളിത്യത്തിനും ദയാവായ്പിനും മാതൃകയായിരുന്നു. ഇങ്ങനെയുള്ള മാതാപിതാക്കളെ ലഭിച്ച രാമകൃഷ്ണൻ മറ്റൊരു തരത്തിലാവാൻ ഒരു സാധ്യതയും ഇല്ല. മാത്രമല്ല, സാക്ഷാൽ മഹാവിഷ്ണു തന്നെ ഗയയിൽ വെച്ച് ഖുദിരാമിന് മുമ്പിൽ പ്രത്യക്ഷമായി മകനായി ജനിക്കുമെന്ന് അരുളപ്പാട് നൽകുകയും ചെയ്തു. ആ മകനാണ് ഗദാധർ എന്ന് രാമകൃഷ്ണൻ. ഏവരെയും ആകർഷിക്കുന്ന കുഞ്ഞായിരുന്നു ഗദാധർ. ആദ്യ നോട്ടത്തിൽ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവൻ എന്ന തോന്നൽ ഉണ്ടാക്കുമായിരുന്നു. അതിനാൽ തന്നെ ഗ്രാമീണർ അവനെ സ്നേഹിച്ചു. അച്ഛനായ ഖുദിരാം നേരത്തെ ധാര എന്ന ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. കുടുംബമടക്കം മാറി താമസിക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായി. അന്നാട്ടിലെ ജമീന്ദാർ ഒരു കള്ളസാക്ഷി പറയാനായി ഖുദിരാമിനെ നിർബന്ധിച്ചു. സത്യസന്ധനായ ഖുദിരാമിന് തീരെ താല്പര്യമില്ലായിരുന്നു അക്കാര്യത്തിൽ. അങ്ങനെ കള്ളസാക്ഷി പറഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആകെയുള്ള സ്വത്തായ കുറച്ച് ഭൂമിയും വീടും പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് ജമീന്ദാർ ഭീഷണിപ്പെടുത്തി. ഭീഷണിക്ക് വഴങ്ങാതെ ഖുദിരാം കുടുംബവുമായി ആ ഗ്രാമം വിട്ടുപോയി. തുടർന്നാണ് അദ്ദേഹം കമാർപുക്കൂറിൽ എത്തുന്നത്. ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെ നിസ്സാരമായൊരു ജോലി സമ്പാദിച്ച് ഉപജീവനം നടത്തി. അവിടെ വെച്ചാണ് രാമകൃഷ്ണന്റെ ജനനം. മാത്രമല്ല, കുറച്ച് ഭൂമിയും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഒരു പിടി വിത്തുകൾ ശ്രീരാമനെ ധ്യാനിച്ച് വിതയ്ക്കും. ബാക്കി പണിക്കാർ പൂർത്തിയാക്കും. അദ്ദേഹം ജീവിച്ചിരുന്ന കാലം അത്രയും ആ നിലത്തിൽ നിന്ന് ലഭിച്ച ധാന്യം ആ കുടുംബത്തിന് കഴിയാനായി മതിയായിരുന്നു. ശ്രീരാമനെ പൂർണ്ണമായും ആശ്രയിച്ച് നാളെയെപ്പറ്റി ചിന്തിക്കാതെ അദ്ദേഹം ജീവിച്ചു. കൂടുതൽ സമയവും ഈശ്വരവിശ്വാസികൾക്കൊപ്പം ചെലവഴിച്ചു. ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാ മനുഷ്യരോടും അദ്ദേഹം ഒരേപോലെ പെരുമാറി. 68 വയസ്സിൽ ഖുദിരാം മരിക്കുമ്പോൾ വെറും 7 വയസ്സ് മാത്രമാണ് രാമകൃഷ്ണന്റെ പ്രായം. അച്ഛൻ്റെ മരണം രാമകൃഷ്ണന്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചു. പ്രിയപ്പെട്ടവർ എന്നേക്കുമായി വിട്ടുപിരിയേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പിന്നെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളതെന്ന ചിന്ത ആ ചെറുപ്രായത്തിൽ തന്നെ രാമകൃഷ്ണന്റെ മനസ്സിൽ ഉടലെടുത്തു. ലൗകിക ജീവിതത്തോട് അതിയായ വിരക്തിയുണ്ടായി. ഭാവങ്ങളിൽ നിർവികാരതയുണ്ടായി. ചിന്താശീലനായി മാറി. അച്ഛൻ്റെ മരണത്തോടെ കുടുംബഭാരം മുഴുവൻ മൂത്ത മകനായ രാംകുമാറിൽ നിക്ഷിപ്തമായി. രാംകുമാറിന്റെ പ്രായം അപ്പോൾ 38 വയസ്സായിരുന്നു. രണ്ടാമത്തെ മകനായ രാമേശ്വറിന് കാര്യമായ വരുമാനമില്ലാത്തതിനാൽ കുടുംബം കടക്കെണിയിൽ പെടുമെന്ന അവസ്ഥയുണ്ടായി. 2 ജ്യേഷ്ഠന്മാർക്ക് പുറമെ 2 സഹോദരിമാർക്കൂടെ രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു. കുടുംബ വരുമാനത്തിനായി
തൻ്റെ അറിവ് ഉപയോഗപ്പെടുത്താമെന്ന നിശ്ചയത്തോടെ 1850 രാംകുമാർ ഒരു വിദ്യാലയം തുടങ്ങി. 1852 ഏകദേശം 16 വയസ്സായ രാമകൃഷ്ണനെ രാംകുമാർ പഠിക്കാനായി ഈ വിദ്യാലയത്തിൽ ചേർത്തി. രാമകൃഷ്ണന്റെ വിദ്യാഭ്യാസം മുടങ്ങിക്കിടക്കുന്നതിൽ അതീവ വിഷമം രാംകുമാറിന് ഉണ്ടായിരുന്നു. പക്ഷേ സാധാരണ വിദ്യാഭ്യാസം രാമകൃഷ്ണന് താൽപ്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടത് ആത്മീയമായ അറിവായിരുന്നു. അദ്ദേഹം തേടിയിരുന്നത് ശാശ്വത സത്യങ്ങളെയായിരുന്നു. അതിൽ നിന്നുള്ള അറിവും മാനസിക സംതൃപ്തിയുമാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളും ഉണ്ടായിരുന്നിട്ടും രാംകുമാർ രാമകൃഷ്ണന്റെ താൽപ്പര്യമനുസരിച്ച് ആത്മീയ വഴിയിലേക്ക് തിരിയാൻ അനുവദിക്കുകയാണ് ഉണ്ടായത്. സംഗീത നാടകങ്ങൾ, മതപരമായ നാടകങ്ങൾ ഇതെല്ലാം കാണാൻ രാമകൃഷ്ണന് ഇഷ്ടമാണ്. ഈ നാടകങ്ങൾ കണ്ടതിനു ശേഷം കളിക്കൂട്ടുകാരെ വിളിച്ചു ചേർത്ത് വിവിധ കഥാപാത്രങ്ങൾ അവരെ പഠിപ്പിച്ച് വിളവെടുത്ത വയലിലെ മരച്ചുവട്ടിൽ നാടകം അരങ്ങേറുമായിരുന്നു. സ്വയം രാമനും കൃഷ്ണനും ശിവനുമായി ശ്രീരാമകൃഷ്ണൻ അഭിനയിച്ചു. മധുരസ്വരമാണ് ശ്രീരാമകൃഷ്ണൻ്റേത്. സംഗീതം, അഭിനയം ഇതൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇന്ത്യയൊട്ടാകെ വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾക്കിടയിൽ ചെന്ന് അവരിൽ വെളിച്ചം പകരാൻ രാമായണം, മഹാഭാരതം, ഭാഗവതം ഇതെല്ലാം വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരാണ് കഥക്കുകൾ. അവരിൽ നിന്ന് ഇതെല്ലാം നന്നേ ചെറിയ പ്രായമുള്ളപ്പോഴേ ഹൃദിസ്ഥമാക്കിയിരുന്നു രാമകൃഷ്ണൻ. ശിവന്റെ വിഗ്രഹമുണ്ടാക്കി കൂട്ടുകാർക്കൊപ്പം ആരാധന നടത്തിയിരുന്നു. ദേവന്മാരുടെയും ദേവതകളുടെയും വിഗ്രഹങ്ങൾ കാണുമ്പോൾ തന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമായിരുന്നു രാമകൃഷ്ണന്. അതിനാൽ മുതിർന്നവർ പോലും കുട്ടിയായിരുന്ന രാമകൃഷ്ണനോടാണ് ഇക്കാര്യത്തിൽ അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നത്. രാമകൃഷ്ണന് ബംഗാളിയായിരുന്നു വശം. സംസ്കൃതം ഒട്ടും അറിയില്ലായിരുന്നു. ആ ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ കൂടിയാണ് പുരിയിലേക്കുള്ള പാത കടന്നു പോകുന്നത്. അങ്ങോട്ടേക്ക് ഇടയ്ക്കിടെ സംഘമായി സന്യാസിമാരും ആത്മീയ പ്രവർത്തകരും പോവാറുണ്ട്. അവർ വിശ്രമിക്കുന്ന ധർമ്മശാലയിൽ ചെന്ന് അവരോടൊപ്പം ഇരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരുടെ രീതികൾ മനസ്സിലാക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു രാമകൃഷ്ണൻ. അങ്ങനെയിരിക്കെ കൽക്കത്തയിലെ ഒരു മുക്കുവ കുടുംബത്തിലെ അംഗമായ റാണി രാസമണി ഭർത്താവിൻ്റെ മരണശേഷം വിപുലമായ സ്വത്തും ധനവും അവരുടേതായി തീർന്നു. അവർക്ക് ബിസിനസ് തന്ത്രത്തിൽ നല്ല ബുദ്ധികൂർമ്മത ഉണ്ടായിരുന്നതിനാൽ ഉണ്ടായിരുന്ന സ്വത്ത് ഇരട്ടിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. ഒരു കാളിഭക്തയായ റാണി രാസമണിക്ക് ഒരു സ്വപ്നദർശനം ലഭിക്കുകയാണ്. കൊൽക്കത്തയ്ക്കടുത്ത് ദക്ഷിണേശ്വരത്ത് കാളിദേവതയുടെ ഒരു ക്ഷേത്രം പണിയണമെന്ന്. അതുപ്രകാരം ക്ഷേത്രത്തിനു വേണ്ടി 20 ഏക്കർ സ്ഥലം ഏറ്റെടുത്തു. 1847 പണി തുടങ്ങിയ ക്ഷേത്രം 1855 പൂർത്തിയായി. ഗംഗാതീരത്തുള്ള ഈ ക്ഷേത്രം പണി പൂർത്തിയായപ്പോൾ റാണി രാസമണിക്കൊരു സംശയം ഉണ്ടായി. താഴ്ന്ന ജാതിക്കാരിയായ താൻ നിർമ്മിച്ച ക്ഷേത്രത്തിൽ എല്ലാ ജനങ്ങളും എത്തുമോ എന്ന്. അതിനാൽ തന്നെ അവരുടെ ഗുരുവിൻ്റെ പേരിലാണ് ക്ഷേത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ശൂദ്രശ്രീ നിർമ്മിച്ച ക്ഷേത്രത്തിൽ ബ്രാഹ്മണ പൂജാരി വരുന്നതിൽ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. യാഥാസ്ഥിതിക ബ്രാഹ്മണർ ഉയർത്തിയ എല്ലാ വാദങ്ങളെയും രാംകുമാർ ഖണ്ഡിച്ചു. ധർമ്മശാസ്ത്രത്തെ മുൻനിർത്തി തൻ്റെ വാദത്തിൽ ജയിക്കാൻ സാധിക്കുകയും തുടർന്ന് ക്ഷേത്രത്തിലെ പൂജാരിയായി രാംകുമാർ നിയമിതനാവുകയും ചെയ്തു. റാണി രാസമണിയുടെ മകളുടെ ഭർത്താവാണ് മധുർനാഥ്. അദ്ദേഹം ഒരു സാത്വികനായിരുന്നു. പൂജാരിയായ രാംകുമാറിനെ സഹായിക്കാനായി അദ്ദേഹം രാമകൃഷ്ണനെ നിയോഗിച്ചു. ഒരു ദൈവീകത അദ്ദേഹം രാമകൃഷ്ണനിൽ ദർശിച്ചിരുന്നു. ഗംഗാസാഗർ സന്ദർശിക്കുന്ന പല സന്യാസിമാരും ദക്ഷിണേശ്വരത്ത് എത്തുകയും അവിടെ താമസിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വന്ന ഒരു സന്യാസിയിൽ നിന്ന് രാമകൃഷ്ണൻ ഹഠയോഗ രഹസ്യം മനസ്സിലാക്കി. ക്ഷേത്രമതിൽ കെട്ടിനകത്തു വെച്ച് അത് പരിശീലിക്കുകയും ചെയ്തു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞു. രോഗങ്ങളാൽ വലഞ്ഞ രാംകുമാറിന് പുരോഹിത വൃത്തി
നടത്താൻ കഴിയാതെ വന്നു. രാമകൃഷ്ണനോട് ജോലി ഏറ്റെടുക്കാൻ അഭ്യർത്ഥിച്ചു. രാമകൃഷ്ണൻ സമ്മതിച്ചു. അങ്ങനെ ദക്ഷിണേശ്വരത്തെ കാളിദേവതയുടെ അംഗീകൃത പൂജാരിയായി കാളിദേവിയെ തൻ്റെയും ഈ ലോകത്തിൻ്റെ മുഴുവനും അമ്മയായി രാമകൃഷ്ണൻ നോക്കിക്കണ്ടു. ആ വിഗ്രഹത്തിൽ ജീവനുണ്ട്. അത് താൻ നൽകുന്ന ഭക്ഷണം കഴിക്കുന്നുമുണ്ട്, ശ്വസിക്കുന്നുണ്ട് എന്നെല്ലാം അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു തുടങ്ങി. പൂജ കഴിഞ്ഞാലും അമ്മയിൽ നിന്ന് അകലാൻ കഴിയാത്ത കുഞ്ഞിൻ്റെ മനോഭാവത്തോടെ സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അടുത്തു തന്നെ ഇരിക്കും. അന്നേരം ബാഹ്യലോകത്തെപ്പറ്റി വിചാരമേ ഇല്ലാതാകുന്നു. ചിലപ്പോൾ അമ്മയുടെ മുമ്പിലിരുന്ന് കരയും. അമ്മയെ പൂർണ്ണമായി കാണാനാവുന്നില്ല എന്നതാണ് കാരണം. ഇതെല്ലാം കാണുന്ന ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു. കുറച്ചുപേർ ഈ പുരോഹിതന് ഭ്രാന്താണെന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ അത് അദ്ദേഹത്തിൻ്റെ ഭക്തി മൂലമാണെന്നും ആരാധനയുടെ ബഹിർഗമനമാണെന്നും പറഞ്ഞു. ജനങ്ങളുടെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ രാമകൃഷ്ണന്റെ അമ്മയുടെ ചെവിയിലുമെത്തി. ഒരു വിവാഹം കഴിച്ച് കുടുംബസ്ഥനായാൽ രാമകൃഷ്ണന്റെ ഈ ഭാവങ്ങൾക്ക് കുറവുണ്ടാകുമെന്ന് അവർ കരുതി. രാമകൃഷ്ണനെ വീട്ടിലേക്ക് വരുത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചു. ലൗകിക ജീവിതത്തോട് വിരക്തിയുണ്ടായിരുന്ന രാമകൃഷ്ണൻ ആദ്യം വിലക്കിയെങ്കിലും അമ്മയുടെയും സഹോദരങ്ങളുടെയും നിർബന്ധപ്രകാരം വിവാഹത്തിന് സമ്മതിച്ചു. വധുവിനെ രാമകൃഷ്ണൻ തന്നെ തിരഞ്ഞെടുത്തു. അദ്ദേഹം സൂചിപ്പിച്ച പ്രകാരം വീട്ടുകാർ ചെന്ന് പെൺകുട്ടിയെ കണ്ടു. രാമചന്ദ്ര മുഖോപാധ്യായുടെ മകളായ ശാരദാദേവിയായിരുന്നു വധു. ആ സമയത്ത് വധുവിൻ്റെ പ്രായം 5 വയസ്സായിരുന്നു. ഈയൊരു ബാലികയാണ് തനിക്ക് വേണ്ടി നിയുക്തയായതെന്നും അതാണ് ദൈവഹിതമെന്നും രാമകൃഷ്ണൻ അമ്മയെ അറിയിച്ചു. കാളിദേവിയുടെ എല്ലാ രൂപങ്ങളും സ്വാംശീകരിച്ച് പെൺകുട്ടിയാണവൾ. ദേവഗുണത്തോട് കൂടിയവൾ. കണ്ട മാത്രയിൽ രാമകൃഷ്ണന് അത് മനസ്സിലായിരുന്നു. അങ്ങനെ രാമകൃഷ്ണന്റെയും ശാരദാദേവിയുടെയും വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ ശേഷം ശാരദാദേവി സ്വന്തം വീട്ടിൽ തന്നെ തുടർന്നു. രാമകൃഷ്ണൻ കാളിക്ഷേത്രത്തിലേക്കും പോയി. ആത്മീയ കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്നവർക്ക് അദ്ദേഹം അത് പകർന്നു നൽകി. കാളിമാതാവിനോടുള്ള സ്നേഹം നാൾക്കുനാൾ കൂടി വന്നു. അമ്മയെ നേരിൽ കാണണമെന്ന ആഗ്രഹം അതിലും ഉത്കടമായി വന്നു. ഇത്രമാത്രം അമ്മയെ സ്നേഹിച്ചിട്ടും മറ്റുള്ളവരാൽ ഭ്രാന്തനെന്ന് മുദ്രകുത്തുന്ന വിധം തന്നിൽ ഭക്തി കൊണ്ടുള്ള പ്രവൃത്തികളുണ്ടായിട്ടും അമ്മ തന്നിൽ കാരുണ്യം ചൊരിയാത്തതെന്തെന്ന് അദ്ദേഹം ആവലാതിപ്പെട്ടു. ചിലപ്പോൾ കണ്ണുനീർ അണപൊട്ടി ഒഴുകി. തൻ്റെ ആവശ്യം അമ്മ കേൾക്കുമെന്നും തനിക്ക് മുമ്പിൽ സ്നേഹപൂർവ്വം വരുമെന്നും കരുതി ഓരോ ദിവസവും കാത്തിരിക്കും. ഓരോ ദിനവും കഴിയുമ്പോഴും ഇന്നും എൻ്റെ അമ്മയെ കണ്ടില്ലല്ലോ എന്നോർത്ത് വിലപിക്കും. കണ്ടുനിന്ന പലരും ആശ്വസിപ്പിക്കും. രാമകൃഷ്ണന്റെ മനസ്സ് വല്ലാത്ത പ്രക്ഷുബ്ധാവസ്ഥയിലെത്തിയിരുന്നു. റാണി രാസമണിയുടെ മരുമകനായ മധുർനാഥ് രാമകൃഷ്ണനെ ഏറെ സ്നേഹിച്ചിരുന്നു. കാളിദേവിയോടുള്ള അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്ക സ്നേഹം നല്ലവണ്ണം അറിയാമായിരുന്ന മധുർനാഥിന് രാമകൃഷ്ണന്റെ അവസ്ഥ നാൾക്കുനാൾ മോശമാവുന്നത് കണ്ട് സഹിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ചികിത്സിച്ച് ഭേദമാക്കാൻ മധുർനാഥ് രാമകൃഷ്ണനെ കൊൽക്കത്തയിലെ ഏറ്റവും മികച്ച ഡോക്ടറെ കാണിച്ചു. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. ഢാക്കയിലെ ഒരു ഡോക്ടർ പറഞ്ഞത് രാമകൃഷ്ണൻ ഒരു യോഗിയോ സന്യാസിയോ ആണ് എന്നാണ്. ഇനി രോഗമാണെങ്കിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള മരുന്നുകൾ ഒന്നും അവരുടെ പക്കലില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങുകയാണുണ്ടായത്. രാമകൃഷ്ണന് കാളിദേവിയോടുള്ള സ്നേഹവും ആത്മസമർപ്പണ ബോധവും നാൾക്കുനാൾ വർദ്ധിച്ചു. പക്ഷേ ഒരു നാൾ അദ്ദേഹത്തിന് താൻ ദേവിയിൽ നിന്ന് അകറ്റപ്പെട്ടതുപോലൊരു തോന്നൽ ഉണ്ടായി. ആ മാനസികാവസ്ഥ വല്ലാത്തതായിരുന്നു. ഏകാന്തത സഹിക്കാൻ വയ്യെന്ന തോന്നലിൽ ആത്മത്യാഗത്തിന് ഒരുമ്പെട്ടു. ആ നിമിഷം കാളി മാതാവിൻ്റെ ദർശനം രാമകൃഷ്ണനുണ്ടായി. അമ്മയെ കണ്ട് കുഞ്ഞിനെ എന്ന പോലെ രാമകൃഷ്ണൻ സ്നേഹാതിരേകം കൊണ്ട് സന്തോഷവും സങ്കടവും നിറഞ്ഞ മാനസികാവസ്ഥയിലായി. വീണ്ടും വീണ്ടും ആ കാളി മാതാവ് രാമകൃഷ്ണന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. രാമകൃഷ്ണന്റെ മനസ്സ് ശാന്തമായി. പക്ഷേ ഒരു നാൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ശങ്കയുണ്ടായി. ഇനി അമ്മ വന്നത് തൻ്റെ തോന്നലാണോ? അത് യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പിക്കാനായി ഒരു വഴി കണ്ടു. താനൊരു കാര്യം വിചാരിക്കും, അത് നടന്നാൽ ദേവി തൻ്റെ കൺമുമ്പിൽ വന്നത് സത്യമാണെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. അതിപ്രകാരമായിരുന്നു.
റാണി രാസമണിയുടെ 2 പെൺകുട്ടികൾ. ഇതുവരെ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടില്ലാത്ത അവർ ഇന്നുച്ചയ്ക്ക് അരയാലിൻ ചുവട്ടിൽ വന്ന് എന്നോട് സംസാരിക്കുകയാണെങ്കിൽ ഉറപ്പായും അമ്മ എൻ്റെ മുന്നിൽ വന്നത് സത്യമാണെന്നും അതെൻ്റെ തലച്ചോറിൻ്റെ രോഗം കൊണ്ടല്ലെന്നും ഞാൻ വിശ്വസിക്കും എന്നതായിരുന്നു. അത്ഭുതം എന്ന് തന്നെ പറയാം. അവർ 2 പേരും അരയാലിൻ ചുവട്ടിൽ വന്നു നിന്ന് രാമകൃഷ്ണനെ പേരെടുത്ത് വിളിച്ചു. കാളിമാതാവ് അദ്ദേഹത്തോട് കരുണ കാണിക്കുമെന്നും സമാധാനമായി ഇരിക്കണമെന്നും പറഞ്ഞു. അക്കാലത്ത് സ്ത്രീകൾ വളരെ കടുത്ത യാഥാസ്ഥിതിക മനോഭാവക്കാരായിരുന്നു. പൊതുസ്ഥലങ്ങളിൽ വരികയോ അപരിചിതരായ പുരുഷന്മാരോട് സംസാരിക്കുകയോ ചെയ്യാറ് പോലും ഇല്ലായിരുന്നു. എന്നിട്ട് പോലും അവർക്ക് ക്ഷേത്രത്തിൽ വരാൻ ഉത്കടമായ ആഗ്രഹം ഉണ്ടായി. രാമകൃഷ്ണന് ഇതിൽ പരം ഒരാനന്ദം ഇല്ലെന്ന് വേണം പറയാൻ. അമ്മയുടെ ദർശനങ്ങൾ കൂടി വന്നു. അന്നേരങ്ങളിൽ സമാധി എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് രാമകൃഷ്ണൻ പോവുമായിരുന്നു. ക്ഷേത്രത്തിലെ നിത്യപൂജകൾ സമയത്തിന് നടക്കാതെ വന്നു. ജനങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ടായിരുന്നു. സ്വയം കാളി ദേവിയായി സങ്കല്പിച്ച് പൂജാ സാമഗ്രികൾ സ്വന്തമെന്ന് കരുതുന്നു. വിഗ്രഹത്തിൽ ചാർത്തേണ്ടതിന് പകരം സ്വയം ചാർത്തുന്നു. ആനന്ദാവസ്ഥയിൽ മണിക്കൂറുകളോളം ഇരിക്കുന്നു. മധുർനാഥ് ആദ്യം എതിർപ്പ് പറഞ്ഞെങ്കിലും ഒരിക്കൽ രാമകൃഷ്ണനിൽ അദ്ദേഹം സാക്ഷാത് ശിവനെ തന്നെ ദർശിച്ചു. അതിനുശേഷം മധുർനാഥ് രാമകൃഷ്ണനെ ദൈവമായി തന്നെ കണ്ടു. പിതാവേ എന്നാണ് പിന്നീട് അദ്ദേഹം രാമകൃഷ്ണനെ അഭിസംബോധന ചെയ്തതുപോലും. പൂജാകാര്യങ്ങൾ കൃത്യമായി നടക്കുന്നതിനായി രാമകൃഷ്ണന്റെ സഹോദരീ പുത്രനായ ഹൃദയനെ ഏർപ്പാടാക്കി രാമകൃഷ്ണനെ സ്വതന്ത്രമാക്കി വിട്ടു. ഇടയ്ക്കിടെയുള്ള ഈ ദർശനങ്ങൾ കൊണ്ട് രാമകൃഷ്ണന്റെ ആത്മാവിനെ അടങ്ങിയിരിക്കാനായില്ല. ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കണമെന്ന അത്യധികമായ ആഗ്രഹം അദ്ദേഹത്തെ അടങ്ങിയിരിക്കാൻ അനുവദിച്ചില്ല. തുടർന്നുള്ള 12 വർഷക്കാലം ഉള്ളിലെ തീ കത്തിയെരിയുകയായിരുന്നു. എല്ലാം തകിടം മറിച്ചുകൊണ്ട് ആത്മപീഡയുടെ സമയമായിരുന്നു അത്. അത്രയും കാലം അദ്ദേഹം ഉറങ്ങുമ്പോൾ കണ്ണ് ഇമ പൂട്ടിയിരുന്നില്ല. സുഖമായി ഉറങ്ങാനാവുമായിരുന്നില്ല എന്നത് പോയിട്ട് മയങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല. കണ്ണുകൾ തുറന്ന് പശവെച്ച് ഒട്ടിച്ചതുപോലെ ഉറച്ചു നിൽക്കും. അടയ്ക്കാൻ ശ്രമിച്ചാലും കഴിയാറില്ല. അമ്മേ, നിന്നെ വിശ്വസിക്കുകയും വിളിക്കുകയും ചെയ്യുന്ന എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ? അപ്പോൾ കേൾക്കാം മധുരമായൊരു ശബ്ദം, പുഞ്ചിരി തൂകുന്ന മുഖം. എൻ്റെ മകനെ, പരമമായ സത്യം തിരിച്ചറിഞ്ഞുവെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സ്വന്തം ശരീരത്തോടുള്ള സ്നേഹം ഉപേക്ഷിക്കുക, അഹം വെടിയുക. അമ്മയിൽ നിന്നുള്ള ആത്മീയ വെളിച്ചമായിരുന്നു അത്. അമ്മേ, മനുഷ്യനിൽ നിന്ന് ഇനി എനിക്കൊന്നും പഠിക്കാനില്ല. എനിക്കറിയേണ്ടത് അമ്മയിൽ നിന്നാണ്, അമ്മയിൽ നിന്ന് മാത്രം. അങ്ങനെ തന്നെ എന്ന് അമ്മ പറയും. രാമകൃഷ്ണന്റെ തലമുടി വല്ലാതെ വളർന്നിരുന്നു. ശരീരം ശ്രദ്ധിക്കാതെയായി. പക്ഷെ അതൊന്നും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. മരുമകനായ പൂജാരി ഹൃദയ് എല്ലാ ദിവസവും ഭക്ഷണവുമായി വരും. ചിലപ്പോൾ ഭക്ഷിക്കും, ചിലപ്പോൾ ഒന്നും ഭക്ഷിക്കാൻ തോന്നാറില്ലായിരുന്നു. തൂപ്പുകാർ കിടന്നുറങ്ങുന്ന മുറിയിലേക്ക് ചെന്ന് അവിടം വൃത്തിയാക്കും. താനും അവരും ഒരുപോലെയാണെന്ന് സങ്കല്പിക്കും. എല്ലാവരിലും അമ്മ കുടികൊള്ളുന്നു. ഒരിക്കൽ ഗംഗാതീരത്ത് ഇരിക്കുകയായിരുന്നു രാമകൃഷ്ണൻ. കയ്യിൽ കുറച്ച് പണമുണ്ട്. അരികത്ത് ചപ്പുചവറുകൾ കിടക്കുന്നു. മറുകൈയിൽ ചപ്പുചവറുകൾ വാരിയെടുത്തു. 2 കൈകളും അടുത്തടുത്ത് വെച്ച് ചിന്തിച്ചു. രാജ്ഞിയുടെ മുഖമുദ്രയുള്ള ഇതിനെ പണമെന്ന് ലോകം വിളിക്കുന്നു. അത് കൊടുത്ത് സാധനങ്ങൾ വാങ്ങാം, മെച്ചപ്പെട്ടതെന്ന് കരുതുന്ന എന്തും വാങ്ങാം. പക്ഷേ പണം കൊണ്ട് ബ്രഹ്മത്തെ അറിയാനാവില്ല. അതിനാൽ ഈ പണം ചപ്പുചവറുകൾക്ക് സമമാണ്. തത്സമയം കയ്യിലുള്ള ചപ്പുചവറുകളും പണവും രാമകൃഷ്ണൻ ഗംഗയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതെല്ലാം കാണുന്ന ജനങ്ങൾ ഇയാൾക്ക് വട്ട് തന്നെയെന്ന് ഉറപ്പിച്ചു. മധുർനാഥ് ഒരിക്കൽ നല്ല വിലപിടിപ്പുള്ള ഒരു സാൽവ അദ്ദേഹത്തെ പുതപ്പിച്ചു. മധുർനാഥിന്റെ സ്നേഹം കണ്ട രാമകൃഷ്ണൻ സന്തോഷിച്ചു. എന്നാൽ അടുത്ത നിമിഷം സാൽവ വലിച്ച് നിലത്തിട്ട് ചവിട്ടി തേച്ചു. എനിക്കിത് വേണ്ട, എനിക്കിത് ഉപകാരപ്രദമല്ല. ആന്തരികമായ ശാന്തിയാണ് എനിക്ക് വേണ്ടത്. ഇതെനിക്ക് ചേരാത്തതാണ്. ആയിടയ്ക്ക് രാമകൃഷ്ണന്റെ ശരീരം വല്ലാതെ എരിയുന്നതായ ഒരു അനുഭവമുണ്ടായി. ശമനം കിട്ടാനായി ഗംഗയിൽ ഇറങ്ങി നിൽക്കുമായിരുന്നു. ചുമൽ വരെ വെള്ളത്തിൽ, തലയിൽ നനഞ്ഞു തോർത്ത്. ആ അവസ്ഥ അസഹനീയമായിരുന്നു. ഇതിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാനായി എത്തിയത് ഒരു സ്ത്രീയായിരുന്നു. പേര് ഭൈരവി ബ്രാഹ്മണി. അസാധാരണയായൊരു ബംഗാളി സ്ത്രീയാണ് ഭൈരവി ബ്രാഹ്മണി. തത്വശാസ്ത്ര നിപുണയാണ്.
ഇന്ത്യൻ മിത്തോളജി മുഴുവൻ അറിയാം. അതെല്ലാം ഹൃദിസ്ഥമാണ്. പണ്ഡിതന്മാരുമായി വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടും. ഉപോത്പലകമായി കാര്യങ്ങൾ വിശദീകരിക്കാനും അറിയാം. നല്ല പൊക്കം, മാന്യമായ ചേഷ്ടകൾ, ശാരീരികമായും ബുദ്ധിപരമായും ഗുണങ്ങൾ സമ്മേളിച്ച ഒരു വ്യക്തി. മനോഹരമായ ശബ്ദം, സംഗീതത്തിൽ പ്രഗത്ഭ. യോഗ പരിശീലിച്ച് അത്ഭുതകരമായ ശക്തി നേടിയിട്ടുണ്ട്. കാവ്യവസ്ത്രം ധരിച്ച് സന്യാസിനിയെപ്പോലെ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. 3 പ്രത്യേക വ്യക്തികളെ സഹായിക്കാൻ നിയോഗിക്കപ്പെട്ടവളാണ് താനെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. പൂർണ്ണതയിലെത്താനുള്ള യാത്രയിൽ അവർ കുറേയേറെ മുൻപോട്ട് പോയവരാണ്. അങ്ങനെയൊരു സ്ത്രീ തന്നെ തേടി വരുമെന്ന് ദൈവീകതയുള്ള അമ്മ രാമകൃഷ്ണനോട് നേരിട്ട് പറയുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ആ സ്ത്രീയെ കണ്ട മാത്രയിൽ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ആ സ്ത്രീയും അങ്ങനെ തന്നെ. മറ്റു 2 പേരെയും ഞാൻ കണ്ടെത്തി. കുറെ കാലമായി ഞാൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഇന്ന് ഞാൻ നിന്നെയും കണ്ടെത്തി എന്നാണ് രാമകൃഷ്ണനോട് പറഞ്ഞത്. പൂർണ്ണ വിശുദ്ധിയോടെ താൻ നടത്തുന്ന മാനുഷികമായ അർപ്പണബോധം മനസ്സിലാക്കിയ ഒരാത്മാവിനെയും രാമകൃഷ്ണൻ അതുവരെ കണ്ടെത്തിയിരുന്നില്ല. അതിനാൽ ആ സ്ത്രീയുടെ ആഗമനം അദ്ദേഹത്തിന് വലിയൊരാശ്വാസമായി. ആ അർപ്പണ മനോഭാവത്തിനും സ്നേഹത്തിനും അതിരുകളില്ലായിരുന്നു. ആ ബ്രാഹ്മണ സ്ത്രീയുടെ വിജ്ഞാനം മനസ്സിലാക്കിയ ജനം അത്ഭുതസ്പദ്ധരായി. അരക്കിറുക്കനെന്ന് തങ്ങൾ കരുതിയ രാമകൃഷ്ണനെ തന്നേക്കാൾ ഉയരത്തിൽ സ്ഥാപിച്ച് അനുഭാവം കാണിക്കുന്നത് എങ്ങനെയെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഭ്രാന്തനല്ല എന്ന് തെളിയിക്കാൻ അവർ ചില കാര്യങ്ങൾ ചെയ്തു. ചില വൈഷ്ണവ ലിഖിതങ്ങളെക്കുറിച്ച് അവർ പരാമർശിച്ചു. ഈ ഭൗതികാവിഷ്കാരങ്ങളെല്ലാം ശുഷ്കാന്തിയോടെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ളതാണ്. ശരീരമാകെ കത്തുന്നത് പോലെ തപിക്കുന്ന അനുഭവത്തെപ്പറ്റി വൈഷ്ണവ ലിഖിതങ്ങളിൽ പറയുന്നുണ്ട്. ബ്രജയിലെ ആടുമേയ്ക്കുന്ന പെൺകുട്ടി, കൃഷ്ണന്റെ രാധ, ഇവർക്കെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിൽ നിന്ന് അകലുമ്പോഴുള്ള തീവ്രവേദനയായിരുന്നു അത്. ചന്ദനക്കുഴമ്പ് ദേഹമാകെ പുരട്ടുമ്പോഴാണ് ആശ്വാസം ലഭിക്കുക. അതുപോലെ സുഗന്ധമുള്ള പുഷ്പഹാരം ധരിക്കുകയും ചെയ്യുക. അതൊരു രോഗമേ അല്ല, ശാരീരികമായ ഒരു അസ്വസ്ഥത മാത്രമാണ്. ആത്മസമർപ്പണത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അല്ലെങ്കിൽ ദൈവത്തോട് സ്നേഹം തോന്നുമ്പോൾ ഏവർക്കും അത് സംഭവിക്കാം. 3 ദിവസം മേൽ പറഞ്ഞതായിരുന്നു ചികിത്സ. അതോടെ അസുഖം ഭേദമായി. പിന്നീടൊരിക്കൽ ആ വനിത അവിടെ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന് താങ്ങാനാവാത്ത അത്രയും വിശപ്പ് അനുഭവപ്പെട്ടു. എത്ര ഭക്ഷിച്ചിട്ടും വിശപ്പ് ബാക്കി നിന്നു. ഒന്നും ഭക്ഷിച്ചിട്ടില്ലാത്ത അവസ്ഥ. വിശപ്പ് അദ്ദേഹത്തെ കാർന്നു തിന്നു. മറ്റു യോഗികൾക്കും ഇതേ അവസ്ഥ ഉണ്ടായിരുന്നതായി സ്ത്രീ പറഞ്ഞു. രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ എല്ലാത്തരം ഭക്ഷണ സാധനങ്ങളും അദ്ദേഹത്തിൻ്റെ മുറിയിൽ എത്തിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. കുറച്ചു ദിവസം അങ്ങനെ കഴിഞ്ഞു. അത്രയധികം ഭക്ഷണത്തിൻ്റെ കാഴ്ച മനസ്സിനെ ആകെ മാറ്റിമറിച്ചു. വിശപ്പെന്ന അനുഭവം മാഞ്ഞുപോയി. ഭൈരവി ബ്രാഹ്മണി കുറച്ചു വർഷം അവിടെ താമസിച്ചു. എല്ലാ യോഗവിദ്യകളും രാമകൃഷ്ണനെ പരിശീലിപ്പിച്ചു. ശരീരവും മനസ്സും നിയന്ത്രണത്തിൽ നിർത്താനുള്ള മാർഗമാണത്. വിവേകം വികാരത്തെ അടിച്ചമർത്തി മുന്നേറാനുള്ള മാർഗമാണത്. ചിന്തകളിൽ അഗാധമായി ശ്രദ്ധ കൈവരും. എല്ലാറ്റിനുമുപരി ഭയരഹിതവും മനസ്സിന് പ്രത്യേക താല്പര്യമില്ലാത്തതുമായ അവസ്ഥ ഉണ്ടാകും. എല്ലാ യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇത് അത്യന്താപേക്ഷിതമാണ്. ആ ഒരു ഘട്ടത്തിലാണ് രാമകൃഷ്ണൻ യോഗ പരിശീലിക്കാൻ തുടങ്ങിയത്. അത് ശരീരത്തിന് ബലവും സഹനീയതയും നൽകി. ശ്വാസം ക്രമീകരിച്ചുകൊണ്ടാണ് തുടക്കം. പതഞ്ജലി നിർദ്ദേശിച്ചതുപോലെ 8 ഘട്ടങ്ങളായുള്ള രീതിയാണ് അവലംബിച്ചത്. വളരെ കുറഞ്ഞ കാലയളവിൽ രാമകൃഷ്ണൻ എല്ലാം സ്വായത്തമാക്കി. യോഗയിൽ പൂർണ്ണത നേടിയാൽ രക്തം മസ്തിഷ്കത്തിലേക്ക് ഇരച്ചു കയറും. അങ്ങനെ സമാധിയിൽ ലയിക്കും. പരമാത്മാവുമായി വിലയം പ്രാപിക്കും. മറ്റുള്ളവരോട് ആത്മീയ കാര്യങ്ങൾ സംസാരിക്കാനായി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല. വളരെ ചുരുക്കം പേർ തിരിച്ചു വരാറുണ്ട്. മനുഷ്യകുലത്തിൻ്റെ ആചാര്യന്മാരായി ദൈവനിയോഗപ്രകാരം ജനിച്ചവരാണവർ. അവരുടെ കാര്യത്തിൽ രക്തം മസ്തിഷ്കത്തിലേക്ക് ഇരച്ചു കയറും. അവർക്കത് ബോധ്യമാകും. അതിനുശേഷം രക്തം താഴോട്ടൊഴുകും. അവർ ഈ പ്രവർത്തനം തുടരും. ഭൈരവി ബ്രാഹ്മണിക്ക് അറിയാവുന്ന പാഠങ്ങളെല്ലാം രാമകൃഷ്ണനെ പഠിപ്പിച്ചു കഴിഞ്ഞു. എങ്കിലും രാമകൃഷ്ണൻ പരമമായ സത്യത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു യഥാർത്ഥ തത്വജ്ഞാനി അവിടെ എത്തുന്നതും രാമകൃഷ്ണനെ വേദാന്തത്തിലേക്ക് നയിക്കുന്നതും. തോത്താപുരി എന്ന സന്യാസിയായിരുന്നു അത്. പൊക്കം കൂടി ബലിഷ്ഠ ശരീരനായ ഒരു ശക്തൻ.
രാമകൃഷ്ണന്റെ ചെറുപ്പം മുതലുള്ള എല്ലാ കാര്യങ്ങളും തോത്താപുരി മനസ്സിലാക്കി. കഠിനമായ ശ്രമത്തിലൂടെ വേദാന്തത്തിന്റെ അത്യുന്നതമായ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യത്തിൽ രാമകൃഷ്ണൻ വിജയിച്ചു. ഗംഗാതീരത്ത് ഉപവിഷ്ടനായ രാമകൃഷ്ണനെ കണ്ടപ്പോൾ തന്നെ ഒരു മഹായോഗി അദ്ദേഹത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തോത്താപുരി മനസ്സിലാക്കി. മതപരമായ ഉയർന്ന തത്വങ്ങൾ അദ്ദേഹത്തിൽ വേരൂന്നി പിടിക്കുമെന്നും കണ്ടു. എൻ്റെ മകനെ, തോത്താപുരി ചോദിച്ചു, പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി കണ്ടെത്താൻ നീ ആഗ്രഹിക്കുന്നോ? എങ്കിൽ വാ, ഞാനത് പഠിപ്പിക്കാം. തൻ്റെ അമ്മയായ കാളിമാതാവിനോട് ചോദിക്കാതെ രാമകൃഷ്ണൻ യാതൊന്നിനും തുനിഞ്ഞിറങ്ങുമായിരുന്നില്ല. ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കട്ടെ എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. കാളി ദേവതയെ ചെന്ന് കണ്ടതിനു ശേഷം താൻ തയ്യാറാണെന്ന് രാമകൃഷ്ണൻ അറിയിച്ചു. തോത്താപുരി പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. 3 ദിവസത്തെ പരിശീലനം കഴിഞ്ഞു. സമാധിയുടെ നിർവികൽപ്പാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. കർത്താവിനെക്കുറിച്ചോ കർമ്മത്തെക്കുറിച്ചോ ഒരു ധാരണയും ഇല്ലാത്ത അവസ്ഥ. തൻ്റെ ശിഷ്യന്റെ ദ്രുതഗതിയിലുള്ള പുരോഗതി കണ്ട് തോത്താപുരി അമ്പരന്നു. എൻ്റെ കുട്ടി, 40 വർഷത്തെ നിരന്തര അധ്വാനം കൊണ്ട് ഞാൻ നേടിയ കാര്യങ്ങൾ കേവലം 3 ദിവസം കൊണ്ട് നീ നേടി. നിന്നെ ഞാൻ എൻ്റെ ശിഷ്യനെന്ന് പറയില്ല, നീ എൻ്റെ സുഹൃത്താണ്. തോത്താപുരിക്ക് രാമകൃഷ്ണനോടുള്ള സ്നേഹം ആവിധമായിരുന്നു. 11 മാസം അവർ ഒന്നിച്ചു ജീവിച്ചു. രാമകൃഷ്ണനിൽ നിന്ന് പല കാര്യങ്ങളും തോത്താപുരി പഠിച്ചു. ഈ സന്യാസിയെക്കുറിച്ചൊരു കഥയുണ്ട്. അദ്ദേഹം എപ്പോഴും ഒരു അഗ്നി അണയാതെ സൂക്ഷിക്കും, അതിനെ പവിത്രമായി കരുതും. ഒരു ദിവസം തീക്ക് സമീപം ഇരുന്ന് രാമകൃഷ്ണനുമായി സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യൻ കടന്നു വന്ന് ആ തീയിൽ നിന്ന് ഒരു പൈപ്പ് കത്തിച്ചു. ഈ ദൈവദൂഷണം കണ്ട് സന്യാസി ദേഷ്യപ്പെട്ടു. വളരെ മൃദുവായൊരു ശകാരം ശിഷ്യനിൽ നിന്ന് ഉണ്ടായി. എല്ലാറ്റിനെയും ഇങ്ങനെയാണോ കാണുന്നത്? അഗ്നിയെപ്പോലെ മനുഷ്യനും ബ്രഹ്മമാണ്. ഒരു ജ്ഞാനിയുടെ കാഴ്ചപ്പാടിൽ ഏതാണ് ഉയർന്നു നിൽക്കുന്നത്, ഏതാണ് താഴേക്കിടയിലുള്ളത്? തോത്താപുരിക്ക് ബോധമുദിച്ചു. സഹോദര, നീ പറയുന്നത് ശരിയാണ്. ഇനി ഞാൻ ദേഷ്യപ്പെടുന്നതായി നീ കാണുകയില്ല. വാക്കുപാലിച്ചു അദ്ദേഹം. രാമകൃഷ്ണന് കാളിമാതാവിനോടുള്ള സ്നേഹം അതൊരു അന്ധവിശ്വാസമായി അദ്ദേഹം ചിത്രീകരിച്ചു, ആക്ഷേപിക്കുകയും ചെയ്തു. പരമമായ അവസ്ഥയിൽ ഞാനെന്നോ നീയെന്നോ ദൈവമെന്നോ എന്ന അവസ്ഥയില്ലെന്ന് രാമകൃഷ്ണൻ മനസ്സിലാക്കി കൊടുത്തു. നമ്മുടെ ചിന്തയ്ക്കും വാക്കിനും അപ്പുറമാണത്. ശുദ്ധബ്രഹ്മം ചിന്തയ്ക്കും വാക്കുകൾക്കും ഇടയിലാണ്, മനസ്സിലാണ്. മനസ്സാവട്ടെ ബ്രഹ്മാണ്ഡ മനസ്സിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഈ സർവവ്യാപിയായ സാർവത്രിക ബോധമാണ് രാമകൃഷ്ണന് അമ്മയും ദൈവവും. തോത്താപുരി വിട്ടുപോയതിനു ശേഷം രാമകൃഷ്ണൻ എല്ലാ സമയത്തും ബ്രഹ്മം അഥവാ പരമാത്മാവുമായി കൂടിച്ചേരാൻ ശ്രമിച്ചു. നിർവികൽപ്പ സമാധിയിലായിരുന്നു 6 മാസക്കാലം. മനുഷ്യന് അപൂർവമായി മാത്രം എത്തിച്ചേരാവുന്ന അവസ്ഥയാണത്. അവിടെ എത്തിയവർക്ക് വ്യക്തി മനസ്സിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. അവരുടെ ശരീരത്തിനും മനസ്സിനും അത് താങ്ങാനാവില്ല. പക്ഷേ ശുദ്ധവസ്തുക്കളാൽ നിർമ്മിതമായ ശരീരമായതിനാൽ ശ്രീരാമകൃഷ്ണന് തിരികെ പ്രവേശിക്കാൻ സാധ്യമായിരുന്നു. സമാധ്യാവസ്ഥയിൽ ബാഹ്യലോകത്തെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലായിരുന്നു. ഭക്ഷണം കഴിക്കാതിരുന്നാൽ ശരീരം നശിച്ച് മരിക്കുമായിരുന്നു. ഉയർന്ന നിലയിലുള്ള ഒരു സന്യാസി രാമകൃഷ്ണനു വേണ്ടി അവിടെ വന്ന് താമസിച്ചു. സമാധി അവസ്ഥ മനസ്സിലാക്കി ശരീരത്തിന് കോട്ടം തട്ടാതെ സംരക്ഷിച്ചു. ആ ശരീരത്തിൽ ജീവനുണ്ടോ എന്ന് പോലും അറിയാനാവാത്ത അവസ്ഥയിലായിരുന്നു ശ്രീരാമകൃഷ്ണൻ. എല്ലാ ദിവസവും സന്യാസി ഭക്ഷണവുമായി അടുത്തുവരും. ബോധാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ യാതൊരു മാർഗവും ലഭിച്ചില്ലെങ്കിൽ ഒരു കനത്ത വടി കൊണ്ട് അടിക്കുമായിരുന്നു. ആ വേദന ബോധാവസ്ഥയിലേക്ക് കൊണ്ടുവരും. അർദ്ധബോധാവസ്ഥയിൽ കുറച്ച് ഭക്ഷണം കഴിച്ചെന്നു വരും. വീണ്ടും ദീർഘസമാധിയിലേക്ക് ലയിക്കും. ചില നേരങ്ങളിൽ എത്ര അടിച്ചാലും ബോധാവസ്ഥയിലേക്ക് വന്നില്ലെന്നും വരാം. അന്നേരം ആ സന്യാസി ഒരുപാട് ദുഃഖിക്കും. യാതൊരു ക്രമവുമില്ലാത്ത ജീവിതചര്യ. ഇങ്ങനെ 6 മാസം പിന്നിട്ടപ്പോൾ ശ്രീരാമകൃഷ്ണന് അതിസാരം പിടിപെട്ടു. ഈ രോഗം അദ്ദേഹത്തെ പൂർണ്ണബോധത്തിലേക്ക് എത്തിച്ചു. നാട്ടുവൈദ്യത്താൽ അസുഖം ഭേദപ്പെടുത്താനായി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ദൈവസ്നേഹം വൈഷ്ണവാദർശങ്ങളുടെ ലോകത്തിലേക്ക് തിരിഞ്ഞു. സ്നേഹം ഉന്നത സ്ഥാനത്തെത്തുന്നത് ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ മനുഷ്യാത്മാവിന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുമ്പോഴാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. രാധയ്ക്ക് കൃഷ്ണനോടെന്ന പോലെ, ബ്രജയിലെ ആട്ടിടയ സ്ത്രീ കൃഷ്ണനെ സ്നേഹിച്ചതുപോലെ അവിടെ വിഷയാസക്തിക്ക് സ്ഥാനമില്ല.
ഒരു പുരുഷന്റെ മനസ്സിന് ഒരിക്കലും രാധയ്ക്ക് കൃഷ്ണനോടുള്ള സ്നേഹം മനസ്സിലാക്കാനാവില്ല. എന്തെന്നാൽ അവൻ കാമചിന്തയിലായിരിക്കും, അവർ വികാരത്തിന് അടിമകളായിരിക്കും. ആ ഭക്തി മനസ്സിലാക്കാനായി രാധയുടെ മനസ്സ് ശരീരത്തിലേക്ക് ആവേശിച്ച് സ്വയം സ്ത്രീയായി കരുതി സ്ത്രീ വസ്ത്രങ്ങൾ ധരിച്ച് കൃഷ്ണനെ ഭജിക്കാൻ തുടങ്ങി. ഒരു നാൾ ധ്യാനത്തിൽ കൃഷ്ണന്റെ സുന്ദര രൂപം കണ്ട് സംതൃപ്തനായി. ക്രമേണ ഇന്ത്യയിലെ മറ്റു മതങ്ങളും പഠിച്ചു തുടങ്ങി. ചുരുങ്ങിയ കാലം കൊണ്ട് മുഹമ്മദീയത പഠിച്ചു. ഏതു മതത്തെക്കുറിച്ച് പഠിക്കാൻ തുനിയുമ്പോഴും ആ മതത്തിലെ ഒരു ജ്ഞാനിയെ കണ്ടുമുട്ടും. അവരിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. ക്രിസ്തുമതത്തെക്കുറിച്ച് പഠിച്ചു തുടങ്ങിയപ്പോൾ ഒരിക്കൽ ധ്യാനനിരതനായിരിക്കവേ ജീസസിനെ കാണുകയുണ്ടായി. 3 ദിവസം അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് കാണാനും കേൾക്കാനും കഴിഞ്ഞത്. എല്ലായ്പ്പോഴും രൂപങ്ങൾ ബാഹ്യമായാണ് കാണുക. അവ അപ്രത്യക്ഷമാകുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് കുടിയേറിയിരിക്കും. ശ്രീരാമൻ, പരമശിവൻ, കാളിദേവി, ശ്രീകൃഷ്ണൻ, ജീസസ് തുടങ്ങിയ ദൈവങ്ങളും പ്രവാചകനും ഇങ്ങനെ അദ്ദേഹത്തിൽ കുടിയേറി എന്നാണ് പറയുന്നത്. എല്ലാ മതതത്വങ്ങളും ക്രോഡീകരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്ത ശേഷം ഈ ഒരു നിഗമനത്തിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. അഖണ്ഡ സച്ചിദാനന്ദന്റെ വിവിധ രൂപങ്ങളാണ് എല്ലാം. അവിഭാജ്യമായ അനശ്വരമായ അസ്തിത്വം അതിനുണ്ട്. വിജ്ഞാനവും അനുഗ്രഹവും ഉണ്ട്. അതിലേക്കുള്ള മാർഗങ്ങളാണ് എല്ലാ മതങ്ങളും. ആ കാലമത്രയും അദ്ദേഹം വിസ്മരിച്ച ഒരു കാര്യമുണ്ട്. താൻ വിവാഹിതനാണെന്ന കാര്യം. 17 or 18 വയസ്സായി കാണും ഇപ്പോൾ ഭാര്യ ശാരദാദേവിക്ക്. ഒരു നാൾ അവർ ഭർത്താവിനെ തേടി വരിക തന്നെ ചെയ്തു. ഭർത്താവിന് ഭ്രാന്ത് പിടിച്ചെന്ന വാർത്ത ഇടയ്ക്കവൾ കേട്ടിരുന്നു. ഒരുപാട് ദുഃഖിച്ചിരുന്നു അന്ന്. പിന്നെ കേട്ടത് അദ്ദേഹം ഒരു ആത്മീയ ആചാര്യനായെന്നാണ്. എന്തായാലും തൻ്റെ ഭാവി ഇനി അദ്ദേഹം തീരുമാനിക്കട്ടെ എന്ന ഉദ്ദേശത്തിൽ ശ്രീരാമകൃഷ്ണനെ തേടി അവർ എത്തി. കാൽനടയായി സഞ്ചരിച്ച് ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൽ വെച്ച് അവർ കണ്ടുമുട്ടി. രാമകൃഷ്ണൻ ദയാവായ്പോടെ ഭാര്യയെ സ്വീകരിച്ചു. പഴയ രാമകൃഷ്ണൻ മരണമടഞ്ഞു. ഇപ്പോഴുള്ള രാമകൃഷ്ണന് ഒരു സ്ത്രീയെ പോലും ഭാര്യയായി കരുതാനാവില്ല എന്ന് പറയുകയാണ് ഉണ്ടായത്. ഭാര്യയിൽ കാളിദേവിയെയാണ് തനിക്ക് ദർശിക്കാനാവുന്നത്. മറ്റൊന്നും തനിക്ക് കാണാനാവുന്നില്ല. അമ്മ എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തതുപോലും. രാമകൃഷ്ണനെ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നത് തന്നെ എന്തുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ശാരദാദേവിയെ തന്നെ അദ്ദേഹം ഭാര്യയായി തിരഞ്ഞെടുത്തു എന്നതിനുള്ള ഉത്തരമാണ്. ഈ മഹാത്മാവിന് ചേരുന്ന ഒരുവൾ തന്നെയായിരുന്നു ആ ഭാര്യ. ഭർത്താവെന്ന നിലയ്ക്ക് താൻ ഒന്നും തന്നെ അങ്ങയോട് ആവശ്യപ്പെടുന്നില്ല. ഒന്നൊഴികെ എങ്ങനെയാണ് ഈശ്വരനെ കണ്ടെത്തുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം. മാത്രമല്ല ഭക്ഷണം പാകം ചെയ്തു കൊടുത്ത് അരികിൽ തന്നെ കഴിയാൻ അനുവദിക്കണം. അങ്ങനെ അദ്ദേഹത്തെ പരിചരിച്ച് ശാരദാദേവി അദ്ദേഹത്തിനൊപ്പം താമസിച്ചു തുടങ്ങി. ഭർത്താവ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പരിശീലിക്കാൻ തുടങ്ങി. അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തിനായി മധുർനാഥ് ഒരിക്കൽ 10,000 രൂപ ശാരദാദേവിക്ക് നൽകിയെങ്കിലും അത് സ്വീകരിക്കാൻ അവർ തുനിഞ്ഞില്ല. തൻ്റെ ഭർത്താവ് സ്വർണവും ജീവിതത്തിലെ സുഖസൗകര്യങ്ങളും പരിത്യജിച്ച് പൂർണ്ണത നേടിയ ആൾ ആണ്. താൻ അദ്ദേഹത്തെ അനുഗമിക്കുന്നവളാണ്. തനിക്കിതിൻ്റെ ആവശ്യമില്ലെന്ന് പറയുകയായിരുന്നു. സംശുദ്ധിയോടെയും സ്വഭാവ വൈശിഷ്ട്യത്തോടെയും അവർ ജീവിച്ചു. ദൈവത്തിൻ്റെ പ്രതിരൂപമായി ഭർത്താവിനെ കണ്ടു. ഭർത്താവ് തുടങ്ങിവെച്ച കാര്യം മുന്നോട്ട് കൊണ്ടുപോവാൻ സഹായിച്ച് സ്ത്രീകൾക്ക് മൂല്യം പകർന്നു നൽകി ഉത്തമ സഖിയായി അവർ കാലം കഴിച്ചു. ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചില്ലെങ്കിലും രാമകൃഷ്ണൻ ഒരു തവണ കേട്ട കാര്യങ്ങൾ പിന്നീട് ഒരിക്കലും മറന്നിരുന്നില്ല. അദ്ദേഹം യോഗശക്തി കൈവരിച്ചു, പക്ഷേ ഒരിക്കലും പ്രദർശിപ്പിച്ചിരുന്നില്ല. കാലം ചെല്ലുമ്പോൾ എല്ലാവർക്കും അത് സ്വായത്തമാക്കാനാവുമെന്നാണ് അദ്ദേഹം ശിഷ്യരോട് പറഞ്ഞിരുന്നത്. അത് ബാഹ്യ സന്തോഷങ്ങൾക്ക് വേണ്ടിയാവരുത്, പരബ്രഹ്മവുമായി താതാത്മ്യം പ്രാപിക്കാനായി വേണം ചെയ്യാൻ. പലപ്പോഴും കാണപ്പെടുന്ന ചില അതിശയങ്ങളുടെ ശക്തി കാരണം പൂർണ്ണതയിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സം സംഭവിക്കും. പരമമായ ലക്ഷ്യത്തിൽ നിന്ന് മനുഷ്യനെ തട്ടി നീക്കാൻ ശ്രമിക്കും. എങ്കിലും മനസ്സിനെ വ്യതിചലിപ്പിക്കാതെ പാരമ്യത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ശിഷ്യന്മാരോട് അദ്ദേഹം ഇപ്രകാരം പറയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഴിവുകൾ ശിഷ്യന്മാർക്കും സന്ദർശിക്കാൻ വരുന്നവർക്കും അനുഭവമുള്ളതാണ്.
ഒരാളുടെ ചിന്തകൾ വായിച്ചെടുക്കുക, ഭാവി പ്രവചിക്കുക, ദീർഘദൃഷ്ടി, ഇച്ഛാശക്തി കൊണ്ട് രോഗം ഭേദമാക്കുക തുടങ്ങി. എന്നിരുന്നാലും ഏറ്റവും എടുത്തു പറയാവുന്ന ശക്തി ഒരാളെ ഒന്ന് സ്പർശിച്ചാൽ അവരുടെ ചിന്തകൾക്ക് പോലും മാറ്റം വരും എന്നതാണ്. ചിലർക്ക് ഉടൻ സമാധി അവസ്ഥ കൈവരും. അവർക്ക് ബാഹ്യലോകം ഇന്ദ്രിയ ഗോചരമല്ലാതാവും. ദൈവത്തെയും ദേവതമാരെയും കാണാനാവും. ചിലരിൽ ബാഹ്യമായ മാറ്റം കാണാറില്ല. എന്നാൽ ചിന്ത പുതിയൊരു വഴിയിലേക്ക് തിരിയാറുണ്ട്. ആത്മീയ പാതയിലേക്ക് എളുപ്പം തിരിയാം. വിഷയാസക്തിയുള്ളവർ പിന്നീട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല. പിശുക്കനായൊരു വ്യക്തിക്ക് പിന്നീട് പണത്തോട് ആർത്തി ഉണ്ടാവില്ല. ജാതിഭേദമന്യേ ഒരുപാട് ആളുകളെ അദ്ദേഹം പഠിപ്പിക്കുകയും ഗുണദോഷിക്കുകയും നല്ല വഴി കാണിക്കുകയും ചെയ്തു. അതിശയകരമായ യോഗശക്തി നേടിയവരും അഗാധ പാണ്ഡിത്യമുള്ളവരും നിരക്ഷരനായ ദക്ഷിണേശ്വരിലെ ശ്രീരാമകൃഷ്ണ പരമഹംസരിൽ നിന്ന് പഠിക്കാനായി എത്തി. അദ്ദേഹത്തെ ആത്മീയ വഴികാട്ടിയായി അടയാളപ്പെടുത്തി. വിസ്മയകരമായ വിശുദ്ധി, ശിശുസഹജമായ ലാളിത്യം, പരിപൂർണമായ ത്യാഗം നിറഞ്ഞ മനസ്സ്, ഇതെല്ലാം സമന്വയിപ്പിച്ച അദ്ദേഹം ലളിതമായ ഭാഷയിൽ ആത്മീയതയുടെ ഉന്നത യാഥാർത്ഥ്യങ്ങളും ദാർശനികതയും വെളിപ്പെടുത്തി. എങ്കിലും ബാബു കേശവചന്ദ്രസെൻ അദ്ദേഹത്തെ സമീപിക്കുന്നതുവരെ കൽക്കത്തയിലെ ജനങ്ങൾ അദ്ദേഹത്തെ അറിഞ്ഞിരുന്നില്ല. 1866 കേശവചന്ദ്രസെൻ ശ്രീരാമകൃഷ്ണനെക്കുറിച്ച് കേട്ട് അദ്ദേഹത്തെ കാണാൻ പോവുകയായിരുന്നു. രാമകൃഷ്ണന്റെ ലഘുവചനങ്ങളും അതിൽ നിറഞ്ഞു നിൽക്കുന്ന വിജ്ഞാനവും ദൈവത്തോടുള്ള വിസ്മയകരമായ സ്നേഹവും അഗാധമായ ധ്യാനവും കേശവനെ വല്ലാതെ ആകർഷിച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രാമകൃഷ്ണനെ കാണാൻ വന്നു തുടങ്ങി. രാമകൃഷ്ണന്റെ പാദങ്ങൾക്ക് സമീപം മണിക്കൂറുകളോളം ഇരുന്ന് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക പതിവായി. അതീന്ദ്രിയമായൊരു ഹർഷോന്മാദമാണ് അതിൻ്റെ ഫലം. സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടെ രാമകൃഷ്ണൻ സമാധിയിൽ ലയിക്കും. കേശവ് മൃദുവായി പാദങ്ങൾ തടവിക്കൊണ്ടിരിക്കും. അങ്ങനെ സ്വയം ശുദ്ധീകരിക്കപ്പെടും. ചിലപ്പോൾ പരമഹംസനെ സ്വന്തം ഭവനത്തിലേക്ക് ക്ഷണിക്കും. അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ഗംഗയിൽ ബോട്ട് യാത്രയ്ക്ക് പോകും. ആത്മീയതയെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം ദൂരീകരിക്കുന്നത് അപ്പോഴാണ്. അവർക്കിടയിൽ ശക്തമായ സ്നേഹബന്ധം വളർന്നു വന്നു. കേശവന്റെ ജീവിതം ആകെ മാറി. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ആത്മീയതയെക്കുറിച്ച് തന്റെ കാഴ്ചപ്പാടുകൾ കേശവ് പ്രഖ്യാപിച്ചു. അതെല്ലാം തന്നെ രാമകൃഷ്ണൻ പഠിപ്പിച്ചതായിരുന്നു. രാമകൃഷ്ണന്റെ പാഠങ്ങളും അദ്ദേഹത്തിന്റെ ഏതാനും വചനങ്ങളും കേശവ് പ്രസിദ്ധീകരിച്ചു. പരമഹംസനിൽ ജനങ്ങൾക്ക് താൽപ്പര്യം വർദ്ധിക്കാൻ ഇടയായി. കൽക്കത്തയിലെ ഉന്നത വിദ്യാഭ്യാസമുള്ള നിരവധി പുരുഷന്മാരും സ്ത്രീകളും ഈ അത്ഭുത യോഗിയിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാൻ വന്നു തുടങ്ങി. രാമകൃഷ്ണൻ പകൽ മുഴുവൻ അവരോട് സംസാരിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തു. രാത്രിയിലും അദ്ദേഹത്തിന് വിശ്രമമില്ല. കൂടുതൽ താൽപ്പര്യമുള്ളവർ രാത്രിയിൽ തങ്ങുക പതിവായി. രാമകൃഷ്ണൻ ഉറങ്ങാൻ മറന്നുപോകും. ഭക്തിയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും തൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കും. എങ്ങനെ താൻ ഇതെല്ലാം നേടി എന്നും. ഇടവേളകളില്ലാത്ത ഈ അധ്വാനം അദ്ദേഹത്തിന്റെ ശരീരത്തെ ബാധിച്ചെങ്കിലും അദ്ദേഹം നിർത്തിയില്ല. തേടിവരുന്ന ജനത്തിന്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. വിശ്രമിക്കാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ അദ്ദേഹം പറയും, ഞാൻ സ്വയേച്ഛയാ ഏറ്റെടുക്കുന്നതാണ് ഈ പീഡകൾ. അതുപോലെ മരണവും. ഏതെങ്കിലും ഒരു ആത്മാവിനെയെങ്കിലും സ്വാതന്ത്ര്യത്തിലേക്കും മോക്ഷത്തിലേക്കും നയിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. 1885 രാമകൃഷ്ണന് പുരോഹിത കണ്ഠം എന്നറിയപ്പെടുന്ന അസ്വാസ്ഥ്യം ബാധിച്ചു. ക്രമേണ അത് ക്യാൻസറായി തീർന്നു. അദ്ദേഹത്തെ കൊൽക്കത്തയിലേക്ക് കൊണ്ടുപോയി. പ്രഗത്ഭ ബിഷഗ്വരന്മാർ ചികിത്സിച്ചു. നിശബ്ദമായി ഇരിക്കണമെന്നവർ ഏകകണ്ഠമായി പറഞ്ഞു. ഉപദേശം അവഗണിക്കപ്പെട്ടു. രാമകൃഷ്ണൻ പോകുന്നിടത്തെല്ലാം ജനസഞ്ചയം വന്നെത്തി. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരു വാക്കെങ്കിലും കേൾക്കാൻ അവർ കാത്തുനിന്നു. ജനങ്ങളോടുള്ള സഹതാപത്തിന്റെ പേരിൽ അദ്ദേഹം സംസാരിച്ചു. ഇടയ്ക്ക് സമാധിയിൽ ലയിക്കും. ശരീരത്തെക്കുറിച്ച്, രോഗങ്ങളെക്കുറിച്ച് എല്ലാമുള്ള ബോധം മറവിയുടെ അബോധ തലങ്ങളിലേക്ക് ആണ്ടിറങ്ങും. പിന്നെ വീണ്ടും പ്രഭാഷണം തുടരും. ഒരു ഘട്ടത്തിൽ കണ്ടനാളം ഇടുങ്ങി. ദ്രവരൂപത്തിലുള്ള ഭക്ഷണം പോലും ആഹരിക്കാനാവാതെയായി. എന്നാലും തന്റെ പരിശ്രമം നിർത്തിവെച്ചില്ല. എന്നും പ്രസരിപ്പോടെ നിന്നു. 1886 ഓഗസ്റ്റ് 15 10 മണിക്ക്
അദ്ദേഹം മഹാസമാധിയിലേക്ക് പ്രവേശിച്ചു. ആ സമാധിയിൽ നിന്ന് ഒരു തിരിച്ചുവരവ് ഉണ്ടായില്ല. അത് സാധാരണ നിലയിലുള്ള സമാധിയാണെന്ന് ശിഷ്യന്മാർ ആദ്യം കരുതി. പ്രശസ്ത ഡോക്ടർമാർക്ക് പോലും അദ്ദേഹത്തിൻ്റെ പൾസും ഹൃദയമിടിപ്പും കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ഇത്തവണ അവരുടെ ധാരണ തെറ്റി. സ്വർണത്തോടും വെള്ളിയോടും അദ്ദേഹത്തിന് വല്ലാത്തൊരു വിരക്തിയായിരുന്നു. അവ സ്പർശിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. നിദ്രാവസ്ഥയിലോ മറ്റോ അത്തരത്തിലൊന്ന് സ്പർശിച്ചാൽ ദേഹം നെരിപിരി കൊള്ളും, ശ്വാസം നിലയ്ക്കും, വിരലുകൾ വികൃത രൂപത്തിലാവും. ലോഹാംശം നീക്കിക്കഴിഞ്ഞാലും ശരീരം കുറേ നേരത്തേക്ക് ചേതനയറ്റുകിടക്കും. പിൽക്കാലത്ത് ഇരുമ്പ് പോലും അദ്ദേഹത്തിന് സ്പർശിക്കാൻ കഴിയുമായിരുന്നില്ല. മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും വിസ്മയകരമായൊരു സങ്കലനമായിരുന്നു അദ്ദേഹം. സാധാരണ സംഭാഷണത്തിൽ എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും ദാസനാണ് താനെന്ന മട്ടിലാണ് സംസാരിക്കുക. എന്നാൽ ഗൗരവമേറിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ താൻ ദൈവമെന്ന മട്ട് കൈവരും. സ്വയം ഗുരുവെന്ന് പറയാറില്ല. ഉയർന്ന സ്ഥാനം ഉണ്ടെന്ന് അവകാശപ്പെടുന്നും ഇല്ല. തൻ്റെ അനുയായികൾ ചവിട്ടിയ നിലത്ത് ഭക്തി പുരസ്സരം സ്പർശിക്കും. എന്നാൽ ഇടയ്ക്കിടെ ദൈവബോധം അദ്ദേഹത്തിൽ വിളയാടും. അപ്പോൾ ആകെയൊരു മാറ്റമുണ്ടാകും. എല്ലാം അറിയുമെന്ന മട്ടിൽ സംസാരിക്കും. ആർക്കും എന്തും നൽകാൻ ശക്തിയുണ്ടെന്ന ഭാവത്തിൽ സംസാരിക്കും. രാമനും കൃഷ്ണനും ജീസസും ബുദ്ധനുമായി അവതരിച്ച അതേ ആത്മാവ് തന്നെയാണ് രാമകൃഷ്ണനിൽ ഉള്ളതെന്ന് പറയും. താൻ അറിയപ്പെടുന്നതിന് എത്രയോ വർഷം മുമ്പ് തന്നെ മധുർനാഥിനോട് പറയുമായിരുന്നു തനിക്ക് ശിഷ്യഗണങ്ങൾ ഉണ്ടാവുമെന്നും തനിക്ക് അവരെയെല്ലാം അറിയുമെന്നും. അനശ്വരതയിൽ നിന്ന് മോചിതനാണ് താൻ. ആത്മീയതയുടെ പേരിൽ താൻ നടത്തുന്ന പരിശീലനങ്ങൾ എല്ലാം തന്നെ ജനത്തെ മോക്ഷത്തിലേക്ക് നയിക്കാൻ ഉദ്ദേശിച്ചിട്ട് ഉള്ളതാണ്. എല്ലാം തനിച്ചാണ് ചെയ്യുന്നതും. താനൊരു നിത്യമുക്തനാണ്, ദൈവത്തിൻ്റെ അവതാരമാണ്. ഇന്നും ഭാരതത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ആ കെടാവിളക്ക് അണയാതെ തന്നെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, സ്നേഹം.